കൊച്ചി കോതമംഗലം മാതിരപ്പള്ളിയിൽ സുഹൃത്തിനെ യുവതി കീടനാശിനി കൊടുത്ത് കൊലപ്പെടുത്തിയത് മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായതോടെയാണ്. മേലെത്തുമ്മൽ സ്വദേശി അൻസിലുമായി അദീന അടുപ്പത്തിലായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് ചൊല്ലിയുള്ള തർക്കവും നിലനിന്നിരുന്നുവെന്നാണ് വിവരം. അൻസിലിനെ ചേലാട് സ്വദേശി അദീന വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരക്വിറ്റ് എന്ന അതേ കീടനാശിനിയാണ് അദീന അൻസിലിന് നൽകിയത്. എന്നാൽ എന്തിൽ കലർത്തിയതാണ് ഇത് നൽകിയതെന്ന് മാത്രം വ്യക്തതയല്ല. ചേലാടുള്ള കടയിൽ നിന്നാണ് കളനാശിനി വാങ്ങിയതെന്നും വ്യക്തമായിട്ടുണ്ട്. അൻസിൽ ഉൾപ്പെടെ നിരവധി യുവാക്കളുമായി അദീനക്ക് അടുപ്പമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അദീനയെ കാണാൻ അവരുടെ വീട്ടിൽ എത്തുകയും തങ്ങുകയും ചെയ്യുമായിരുന്നു അൻസിൽ. അടുത്തിടെയാണ് മറ്റൊരു യുവാവുമായി അദീന അടുപ്പത്തിലായത്. ഇയാൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അടുത്തു തന്നെ അയാൾ പുറത്തിറങ്ങും. ഈ ബന്ധത്തിന് ഒരു തടസ്സമാവാതിരിക്കാനാണ് അൻസിലിനെ അദീന കൊലപ്പെടുത്തിയത്. അൻസിലിനെ ഇക്കഴിഞ്ഞ 30-ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വിഷം നൽകുകയായിരുന്നു അദീന. അൻസിൽ ഒരിക്കൽ വീട്ടിലെത്തി അദീനക്ക് നേരെ തോക്കും ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിച്ചിട്ടുണ്ട്. അവശനിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയാണ് അൻസിൽ മരിച്ചത്. പെൺസുഹൃത്തായ അദീന വിഷം കലർത്തി തന്നതാണെന്ന് ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയിരുന്നുവെന്നാണ് അറിയുന്നത്. അദീന വിഷം വാങ്ങിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അൻസിൽ വിഷം കഴിച്ച് തൻ്റെ വീട്ടിൽ കിടപ്പുണ്ടെന്ന് അദീന തന്നെയാണ് അൻസിലിൻ്റെ വീട്ടിൽ അറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യാത്രാമധ്യേ ഒരു ബന്ധുവും ആംബുലൻസിൽ കയറി. തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസിൽ ഈ ബന്ധുവിനോടാണ് പറഞ്ഞത്. ഇതാണ് കേസിൽ നിർണായകമായത്. നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് അദീന അൻസിലിൻ്റെ ഉമ്മയോട് പറഞ്ഞതായും അയാൾ പറഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മൾ ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നത് പോലെ തന്നെ ഇപ്പതാ ഒരു പെണ്ണ് അദീന എന്ന് പറഞ്ഞൊരു പെണ്ണ് അൻസിലിന് ഇതുപോലെ തന്നെ കീടനാശിനിയുള്ള വിഷം കൊടുത്തതാ കൊന്നിരിക്കുന്നു. ഇത് ഇവൾക്ക് വേറൊരാളുണ്ട് ലൈന്. അപ്പോൾ അയാൾ ഗൾഫിലാണ്. അപ്പോൾ അയാൾ ഗൾഫിലല്ല, അയാൾ ജയിലിലാണ്. അപ്പോൾ ആ ജയിലിൽ നിന്ന് അയാൾ ഇറങ്ങുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഇവനെ അൻസിലിനെ ഒഴിവാക്കണം. അപ്പോൾ അവൾ കണ്ടൊരു മാർഗ്ഗമാണ് വിഷം കൊടുത്തായിട്ട് കൊല്ലുക. അപ്പോൾ കൊന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ വിചാരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നവൻ്റെ ഒപ്പരെല്ലാം ഉഷാറായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇനി അവൾക്ക് ജയിലിലേക്കാണ് പോകുക, അത്രേ ഉള്ളൂ. ഏതായാലും ജയിലിൽ മറ്റവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവൾ ഈ കടുംകൈ ചെയ്തത്. അതും പറയാൻ പറ്റൂല. കാമുകൻ്റെ ഒപ്പരം ജയിലിൽ താമസിക്കാമല്ലോ എന്നുള്ള ഇതിലായിരിക്കും അവൾ ചെയ്തത്. അവിടുന്ന് എപ്പോഴും കാണാമല്ലോ, അതും പറയാൻ പറ്റൂല. ഏതായാലും വല്ലാത്തൊരു ബുദ്ധി. ഈ ബുദ്ധി കൊണ്ട് ഏതായാലും ജീവിതമായിട്ട് പോയി കിട്ടും, അത്രേ ഉള്ളൂ. ഏതായാലും ആ ചെക്കൻ്റെ ജീവിതം അങ്ങ് പോയി, ആ ചെക്കൻ്റെ ജീവൻ അങ്ങ് പോയി ഓളെ ബുദ്ധി കൊണ്ട്.